അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമമെങ്കിൽ ഇനിയുള്ള നാളുകൾ കടുത്ത പ്രതിഷേധത്തിന്റേതാകുമെന്ന് പിണറായി വിജയൻ. കോടതി വരെ ഭീഷണിപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരുന്നത്. 2 മാസം കൂടി ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചെടുക്കാനാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെയും ശ്രമമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നത് ഇന്നുയർന്നു വന്ന സാഹചര്യത്തിൽ നിർബന്ധമായും നടപ്പാകേണ്ട ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കാൻ ന്യായങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയത്. ബാബുവിനെ തിരികെ കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കെ എം മാണിയെ വീണ്ടും മന്ത്രിയാക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉമ്മൻചാണ്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശങ്കയിൽ. വരും ദിവസങ്ങളിൽ സോളാർ കമ്മീഷന് മുൻപാകെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന സരിതാ നായരുടെ ഭീഷണിയും കേന്ദ്ര നേതൃത്വത്തിന്റെ എന്ന പോലെ സംസ്ഥാന നേതൃത്വത്തിന്റെയും ഉറക്കം കെടുത്തുകയാണ്. കോൺഗ്രസിലെ 2ാം നിര നേതാക്കൾ മുഖ്യമന്ത്രിയും സർക്കാരിനെയും പ്രതിരോധിച്ച് രംഗത്തെത്താത്തതും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ സോളാർ ബാർ വിഷയങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളും കോടതി നിരീക്ഷണങ്ങളും ആ പ്രതീക്ഷ അസ്ഥാനത്താക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആശങ്കയിലും അസ്വസ്ഥതയിലുമാണ്. ഹൈക്കോടതിയിൽ നിന്ന് അല്പം ആശ്വാസം ലഭിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിച്ചു വരികയാണ്. ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് പിന്നിലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴും ഇക്കാര്യം മുഖവിലക്കെടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിക്കും മകനും മറ്റു മന്ത്രിമാർക്കുമെതിരെ സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായ തീർത്തും ഇല്ലാതാക്കിയതായാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. തൽക്കാലത്തേക്ക് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ നേതൃത്വം തയ്യാറായെങ്കിലും വരും ദിവസങ്ങളിൽ സരിതാ നായരുടെ വെളിപ്പെടുത്തലുകൾ നിർണായകമാകും. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ മുതിർന്ന എംപിമാർ ഉൾപ്പെടെയുള്ളവർ രഹസ്യനീക്കവും തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിലെ 2ാം നിര നേതാക്കൾ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളിൽ കടുത്ത അസംതൃപ്തിയിലാണ്. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധിക്കാൻ ഇവരാരും രംഗത്തെത്താത്തതും ശ്രദ്ധേയമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി എത്തിയതും ശ്രദ്ധേയമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സരിത സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ വ്യക്തമായ തെളിവ് നൽകിയാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. അത് നേതൃമാറ്റം എന്ന ആവശ്യത്തിലേക്കും എത്തിച്ചേരാം. തമ്പാനൂർ രവിയും സരിതയുമായുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നത് മുതൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിരോധത്തിലാണ്. പുറമേക്ക് സ്ഥിതി ശാന്തമെങ്കിലും കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത പുകയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നിലപാടിൽ ഘടകകക്ഷികളും കടുത്ത അസംതൃപ്തരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന മാണിക്കെതിരെ UDF പ്രതികരിക്കുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇത് UDF BJP ബന്ധത്തിന് വഴിയൊരുക്കാനെന്നും കോടിയേരി വയനാട്ടിൽ പറഞ്ഞു. 2 ദിവസം മുമ്പ് KM മാണി പരസ്യമായി പറഞ്ഞു, കോട്ടയം സന്ദർശിക്കാൻ പോകുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത് ഷായെ ഗസ്റ്റ് ഹൗസിലോ മറ്റോ കണ്ടുമുട്ടിയാൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. KM മാണി അമിത് ഷാ ബന്ധമുണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFും BJPയും തമ്മിൽ രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കാൻ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് രാജൻ ബാബു BJDS ബന്ധവും KM മാണി അമിത് ഷാ ബന്ധവും ഇതിന്റെ ഭാഗമാണ്. ബിയർ ആൻഡ് വൈൻ പാർലർ ഉടമകൾ പുതിയ സംഘടന രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ ഉടൻ യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാനും കൊച്ചിയിൽ ചേർന്ന ബിയർ ആൻഡ് വൈൻ പാർലർ ഉടമകളുടെ യോഗത്തിൽ ധാരണയായി. കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തോട് പിരിച്ച തുകയുടെ കണക്കുകൾ ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തോടുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ബിയർ ആൻഡ് വൈൻ പാർലർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേർന്നത്. 3 പ്രധാന കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനിച്ചത്. 1. ബിയർ ആൻഡ് വൈൻ പാർലർ ഉടമകൾക്കായി പുതിയ സംഘടന രൂപീകരിക്കുക. 2. ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതൃത്വത്തോട് സംഭാവന പിരിച്ചതിന്റെ കണക്കുകൾ ആവശ്യപ്പെടുക. 3. ബാർ കേസിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിവ്യൂ പെറ്റീഷനിൽ കക്ഷി ചേരുക തുടങ്ങിയവയാണ് തീരുമാനങ്ങളെന്ന് യോഗത്തിന് നേതൃത്വം നൽകിയ VM രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളുടെ അംഗങ്ങൾ നൽകിയ പണത്തിന്റെ വിവരശേഖരണത്തിന് വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ, ഒരു ചോദ്യാവലി എല്ലാ അംഗങ്ങൾക്കും നൽകി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഴുത്ത് മുൻ നേതൃത്വത്തിന് കൊടുക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടാത്ത പക്ഷം
യുക്തമായ പിന്നീട് വരുന്ന കമ്മിറ്റി തീരുമാനിക്കുന്ന തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. സുപ്രീം കോടതിയിൽ കേസ് പരാജയപ്പെട്ടിട്ടും അസോസിയേഷൻ നേതൃത്വം തുടർ നടപടി സ്വീകരിച്ചില്ലെന്നും വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് നേതൃത്വത്തിന്റേതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. സർക്കാരിൽ നിന്നും നീതിപൂർവകമായ സമീപനം ഉണ്ടായില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മന്ത്രിസഭയിലെ അഴിമതിക്കാരെല്ലാം ചേർന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ. കെ ബാബുവിന്റെ രാജിയെപ്പറ്റി കോഴിക്കോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അഴിമതിക്കാരും ഒത്തുകൂടി ജനങ്ങളെ കബളിപ്പിക്കാൻ, അതിന് മുന്നോടിയായി നിങ്ങളെ, മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നോക്കൂ. കെ ബാബു അധികാരത്തിൽ തിരിച്ചെത്തുന്നതിൽ അപാകതയില്ലെന്ന് VM സുധീരൻ. സോളാർ കേസുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ സർക്കാരിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ആരോപണങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നും സുധീരൻ പറഞ്ഞു. വിജിലൻസ് ജഡ്ജിക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ രീതി ശരിയായില്ലെന്നും സുധീരൻ കൊച്ചിയിൽ വ്യക്തമാക്കി. സ്വാഭാവികമായി സർക്കാരിനെതിരെ നിരന്തരമായി വരുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അതിനെ മറികടക്കാൻ UDFന് സാധിക്കും. ഏത് തലത്തിലുള്ള കോടതികളായാലും ആ കോടതിയുടെ ഒരു ഉത്തരവിനോ തീരുമാനത്തിനോ എതിരായി ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ ശാരീരിക അസ്വസ്ഥത മൂർച്ഛിച്ചതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. AKG സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി BB ജോഷ്ല ചേരുന്നു. ജോഷ്ല, എപ്പോഴായിരുന്നു അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? അല്പസമയം മുൻപാണ് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഒരാഴ്ചയിലേറെ കാലമായി അദ്ദേഹം AKG സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ AKG സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാത്രമല്ല, മുൻപ് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. അല്പസമയം മുൻപാണ് ശാരീരിക അസ്വാസ്ഥ്യം കൂടുതലായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ ഡോക്ടർമാർ റഫർ ചെയ്തത്. അദ്ദേഹത്തെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്, ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ജനലക്ഷങ്ങൾ നൽകിയ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പര്യടനം തുടരുകയാണ്. ജാഥ തൃശൂർ ജില്ലയിൽ 2ാം ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി. ആമ്പല്ലൂർ, ചേർപ്പ്, പൂവത്തൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് സ്വീകരണം. ഒട്ടേറെ തൊഴിലാളി സമരങ്ങളുടെ വീരചരിത്രമുള്ള ആമ്പല്ലൂരായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. എണ്ണമറ്റ തൊഴിൽ സമരങ്ങളുടെ കണ്ണീരും രക്തവും വീണ ചരിത്രമുറങ്ങുന്ന ആമ്പല്ലൂർ നവകേരള മാർച്ചിന് നൽകിയത് ഉജ്ജ്വല വരവേൽപ്പ്. ആമ്പല്ലൂർ കവലയിൽ നിന്നും ജാഥാനായകൻ പിണറായി വിജയനെ തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക് ആനയിച്ചു. പ്രിയ നേതാവിന് അഭിവാദനങ്ങളുമായി ആയിരങ്ങൾ പിന്നാലെ. ജനനായകന്റെ വാക്കുകൾക്കായി കാതോർത്ത് പതിനായിരങ്ങൾ. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിശിത വിമർശനവും ആരോപണവുമായി പിണറായിയുടെ വാക്കുകൾ. ഉമ്മൻചാണ്ടി കമ്മീഷന് മുന്നിൽ കൊടുത്ത തെളിവുകൾ എല്ലാം തൻ്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. അവിടെ എല്ലാം നുണയാണ് പറഞ്ഞതെങ്കിലും അതിലൂടെയൊക്കെ വ്യക്തമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പങ്കാണ്. അദ്ദേഹത്തിൻ്റെ പങ്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത സ്വീകരണം നാട്ടിക മണ്ഡലത്തിന്റെ ഭാഗമായി ചേർപ്പ്. മഹാത്മാ മൈതാനം ഒരിക്കൽ കൂടി പുളകിതമായി. നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നടന്നവരുടെ പിന്മുറക്കാർ ചെങ്കൊടിത്തണലിൽ ഒത്തുചേർന്നു. രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്കിടയിൽ അവർ ജാഥയെ ആവേശപൂർവ്വം വരവേറ്റു. മണലൂർ മണ്ഡലത്തിന്റെ ഭാഗമായ പൂവത്തൂരായിരുന്നു അടുത്ത സ്വീകരണ കേന്ദ്രം. പൂവത്തൂർ പിണറായിക്കൊരുക്കിയത് വീരോചിത വരവേൽപ്പ്. സമാപനം ചാവക്കാടെന്ന തീരദേശ നഗരം ഉജ്ജ്വലമാക്കി. 10,000 സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. ജാഥ നാളെയും തൃശൂർ ജില്ലയിൽ പര്യടനം തുടരും. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്.
നവകേരള മാർച്ചിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. മതനിരപേക്ഷതയുടെ പ്രചരണത്തിനായി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് കൂട്ടായ്മയിൽ അഭിപ്രായമുയർന്നു. മതനിരപേക്ഷ അഴിമതി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യവുമായി തൃശൂരിലെത്തിയ ജാഥ ക്യാപ്റ്റനുമായി കൂടിക്കാഴ്ച നടത്താൻ സാംസ്കാരിക സാമൂഹിക നായകർ ഒത്തുചേർന്നു. വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രമുഖർ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പശ്ചാത്തലങ്ങൾ ചർച്ചാ വിഷയമാക്കി. അഴിമതിയും കെടുകാര്യസ്ഥിതിയും നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതായി വ്യവസായികൾ അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക പ്രവർത്തകരും ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ സംഗമത്തിന്റെ മുൻനിരയിൽ തന്നെ എത്തി. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജനനായകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഇതുപോലെ വിവിധ ജീവിത തുറകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുകയും അവരിൽ നിന്നും അതിൻ്റെ മെമ്മോറാണ്ടം വാങ്ങിക്കുകയും ചെയ്തിരിക്കുന്നത്. അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും ചെയ്യാതെ തന്നെ പരമാവധി ഈ കാര്യങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും എന്നൊരു വാഗ്ദാനമാണ് സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മതനിരപേക്ഷതയുടെ പ്രചരണത്തിനായി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന കൂട്ടായ്മയിൽ അഭിപ്രായമുയർന്നു. പൂക്കാസ സംസ്ഥാന പ്രസിഡന്റ് വൈശാഖൻ മാസ്റ്റർ, ചിത്രം നമ്പൂതിരിപ്പാട, കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻമാരായ TS കല്യാണരാമൻ, TS പട്ടാഭിരാമൻ, പത്മശ്രീ സുന്ദർ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മധ്യ ദീർഘദൂര ഇനങ്ങളിൽ ആധിപത്യം നിലനിർത്തി ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളത്തിന്റെ കുതിപ്പ്. 1500 മീറ്ററിൽ 4 സ്വർണവും 3 വെള്ളിയും അക്കൗണ്ടിലാക്കി കേരളം തൂത്തുവാരി. 500-3000 മീറ്റർ നടത്തത്തിലും കേരളത്തിന്റെ ആധിപത്യമായിരുന്നു. ദീർഘ മധ്യദൂര ഇനങ്ങളിൽ കുത്തക നിലനിർത്തിയ കേരളം മിന്നുന്ന കുതിപ്പാണ് ഈ ഇനങ്ങളിൽ നടത്തിയത്. 5000 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ നടത്തത്തിൽ KT നീനയുടെ സ്വർണത്തോടെ കുതിപ്പ് തുടങ്ങിയ കേരളം 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളിലും കിരീടം നിലനിർത്തി. സാന്ദ്ര സുരേന്ദ്രനാണ് 3000 മീറ്ററിലെ പെൺകരുത്തായത്. 5000 മീറ്റർ സീനിയർ പെൺകുട്ടികളിൽ വെള്ളിത്തിളക്കം കൊണ്ടുവന്ന വൈദേഹിയും സീനിയർ ആൺകുട്ടികളിൽ വെങ്കലം നടന്നു നേടിയ CT നിതീഷും കേരളത്തിന്റെ ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ കേരളം കൊടുങ്കാറ്റായത് 1500 മീറ്ററിലായിരുന്നു. 1500 മീറ്ററിലെ 4 ഇനങ്ങളിലും സ്വർണം നേടിയ കേരളത്തിന്റെ കുട്ടികൾ 3 വെള്ളിയും അക്കൗണ്ടിലാക്കി. ജൂനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ റെക്കോർഡോടെ സ്വർണം നേടി അനു തമ്പിയാണ് തുടക്കമിട്ടത്. ജൂനിയർ പെൺകുട്ടികളിൽ PN അജിത്തും സീനിയർ പെൺകുട്ടികളിൽ അബിത മേരി മാനുവലും സീനിയർ ആൺകുട്ടികളിൽ ബിബിൻ ജോർജും കേരളത്തിന്റെ സ്വർണവേട്ടക്കാരായപ്പോൾ ആതിരയും ബബിതയും സുഗത് കുമാറും വെള്ളിയുറപ്പിച്ച് മലയാളത്തിന്റെ ആധിപത്യം പൂർണ്ണമാക്കി. കാടും മലയും ഓടിക്കയറി വരുന്ന കേരളത്തിന്റെ കുട്ടികൾക്ക് ട്രാക്കിലെ ദൂരം അനായാസം കീഴടങ്ങുന്ന കാഴ്ച തന്നെയാണ് കോഴിക്കോടിന്റെ മണ്ണിലും കണ്ടത്. ദൃശ്യങ്ങൾ പകർത്തിയ RK ഫിറോഷിനും ജിബേഷിനുമൊപ്പം മനു M നായർ.